എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ഭയങ്കര സങ്കടത്തിലാണ്. അലീന ബ്രിജിത്താമ്മയുടെ ഫോട്ടോയെ നോക്കിയിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബ്രിജിത്താമ്മി എന്തിനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എൻ്റെ അമ്മയുടെ കൂടെ, എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ കഴിയാൻ വേണ്ടിയല്ലേ, അവരെ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ. പക്ഷേ മമ്മി പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല, എനിക്ക് ഒരു അബദ്ധം പറ്റി, ആ രഹസ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ മമ്മി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മമ്മി ഇറങ്ങി വന്ന് അലീനയോട് സംസാരിക്കുന്നതായിട്ട് അലീനയ്ക്ക് തോന്നുവാണ്. മമ്മി പറയുവാണ്, അതൊന്നും സാരമില്ല, നീ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്. ഈ വീട്ടിലുള്ളവർക്ക് നീ നേർവഴി കാട്ടിക്കൊടുത്തു, അവരെ മുന്നോട്ട് നയിച്ചു, അതായിരുന്നു വേണ്ടത്. പിന്നെ ഒരു സത്യവും ഒരുപാട് കാലം നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കത്തില്ല, അതെന്തെങ്കിലും പുറത്തേക്ക് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും മോള് വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം അലീന പിന്നെയും വിഷമിച്ച് ചോദിക്കും, ഇനി ഇവരെല്ലാം വിട്ടിട്ട് ഞാൻ പോകണ്ടേ മമ്മി? എനിക്ക് എല്ലാവരെയും തന്നു, അച്ഛനെ തന്നു, അമ്മയെ തന്നു, കൂടപ്പിറപ്പുകളെ തന്നു, എല്ലാവരെയും എൻ്റെ കൈവെള്ളയിൽ വെച്ച് തന്നിട്ട് ഇപ്പോൾ ഞാൻ അവരെ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വന്നില്ലേ? ഞാൻ ശരിക്കും ഇവിടുന്ന് പോകേണ്ടവളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ബ്രിജിത്തമ്മ പറയുവാണ്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കരുത്. നീ ഒരു സ്ഥലത്ത് സുഖമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയല്ല. നിൻ്റെ സഹായം ആവശ്യമുള്ള, നിൻ്റെ കാരുണ്യം ആവശ്യമുള്ള ആളുകൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് നീ മുന്നോട്ട് തന്നെ പോകണം. ഇവിടുന്ന് പോവുക എന്നത് ഒരു അനിവാര്യതയാണ്. അത് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് പോകണം, പിന്തിരിഞ്ഞ് നിൽക്കരുത് നീ എന്നൊക്കെ പറയുവാണ്. അന്നേരം അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകേണ്ടവൾ തന്നെയാണല്ലേ മമ്മി എന്ന് നിൽക്കുമ്പം ഉറപ്പായിട്ടും ഇനി നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് പറയുമ്പം അലീന പിന്നെ വിഷമത്തോടെ പറയുവാണ്, ഞാൻ കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള ജീവിതം, അവർ തമ്മിലുള്ള സ്നേഹബന്ധം, അടുപ്പം എല്ലാം പോയില്ലേ, അവരിനി അകലില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം മമ്മി പറയുന്നുണ്ട്, ഇനി അവരെ മുന്നോട്ട് നയിക്കേണ്ടത് അല്ലെങ്കിൽ അവരെയൊക്കെ നേർവഴി പറഞ്ഞു കൊടുക്കേണ്ടത് നീയല്ല, ഇനി അവരെ തിരുത്തേണ്ടത് അവർ തന്നെയാണ്. ചിലർക്ക് ചില തെറ്റുകൾ അംഗീകരിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും, പ്രായശ്ചിത്തം ചെയ്യാനും സമയം വേണ്ടിവരും. പശ്ചാത്തപിക്കുന്നവരുടെ ജീവിതം ശരിയായിക്കോളും, അതങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. ഇനി നീ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ല, ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നിങ്ങനെ പറയുവാണ്. അത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര ആശ്വാസമാട്ടോ അലീനയ്ക്ക്. അലീന തീരുമാനിക്കുന്നു, ഇനി പോകേണ്ടത് തന്നെയാണല്ലോ, അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുന്നു. ബാലേന്ദ്രൻ വന്നിട്ട് അലീന എന്ന് വിളിക്കുന്നെങ്കിൽ അലീന പുറത്ത് കയറി വരുന്നത്. അന്നേരം നീ പുറത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പം രോഹിത് സിറ്റ് ഔട്ടിലിരുന്ന് ഫോൺ നോക്കുമായിരുന്നു, ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇന്ന് എന്നെ അടുക്കളയിൽ കയറ്റിയില്ല അച്ഛാ, കൃഷ്ണമോളും ബബിതയും കൂടെ എന്നെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും ബബിതയോട്, അതെന്താ നീ ഇവളുടെ സാമ്രാജ്യം ഏറ്റെടുത്തോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, പിന്നല്ലാണ്ട് ഇവിടുന്ന് പോകാൻ നിൽക്കുമല്ലേ, പിന്നെ ഇപ്പോൾ അടുക്കളയിൽ കയറി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ, ഇത്രയും നാളും തന്ന സേവനം മാത്രം മതി, ഇനി കൂടുതൽ സേവനമൊന്നും വേണ്ട എന്ന് പറയുവാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അന്നേരം ഇവിടുത്തെ സേവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനിക്ക് കുറച്ച് ക്യാഷ് പ്രൈസും അതുപോലെ ഒരു മൊമെൻറ്റോയും ഒക്കെ തന്നല്ലേ വിടേണ്ടത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുവാണ്, അതിന് നല്ല സേവനം കാഴ്ചവെക്കുന്നവർക്കല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരേണ്ടത്, ഇവിടെ എല്ലാവരും നല്ലതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ മൈൻസ് മാർക്കല്ലിട്ടെ അപ്പോഴേ പോയി എന്ന് പറയുവാണ്. അന്നേരം അലീനയ്ക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ അത് നേരാട്ടോ എന്ന് പറയുന്നു. അന്നേരം ബബിത അലീന ഇത്തിരി പിണക്കത്തോടെ ചോദിക്കുവാണ്, അതെന്താടി എൻ്റെ സേവനം അത്രയ്ക്ക് മോശമായിരുന്നോ എന്ന്. അന്നേരം വലിയ കുഴപ്പമില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയും, ഇനിയിപ്പം നിങ്ങളെന്തിനാണ് നിൽക്കുന്നത്, ദേ ഇവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അന്നേരം ബബിത അലീനയ്ക്ക് വിളമ്പി കൊടുക്കുക. എന്നിട്ട് പറയുവാണ്, എനിക്ക് ഒരുപാട് വിളമ്പി തന്നിട്ടുള്ളതല്ലേ, ഇനിയിപ്പം അങ്ങനെ തരാനുള്ള സൗകര്യവും സാഹചര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിയുമ്പം ബബിതയും കൃഷ്ണമോളും ഇരുന്ന് കഴിയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന ദിവസം ഞാനിരുന്ന് ഭക്ഷണം കഴിച്ചത് അടുക്കളയിലാണ്, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു, അന്ന് ഇവിടെ ജോലിക്കാരിയായിട്ട് നിന്ന ആ ചേച്ചിയാണ് എന്നെ ആശ്വസിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് നീ വെറും വേലക്കാരി മാത്രമായിരുന്നു എന്ന്. അന്നേരം അലീന പറയും, ശരിയാ, അന്ന് ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരി മാത്രമായിരുന്നു, ഇന്നിപ്പം ഞാൻ ഇവിടെ വരെ വന്ന് നിൽക്കുന്നു എന്ന് എനിക്കറിയാം. അച്ഛനാണ് ഒരു ദിവസം നിർബന്ധിച്ച് എന്നെ ഈ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചത്, ഇന്ന് എനിക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് സങ്കടപ്പെട്ട അലീന ഇങ്ങനെ പറഞ്ഞു വരുവാ കേട്ടോ. അന്തേക്കും ബബിത, മതി, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോവുക, എന്നിട്ട് കൂടുതൽ വർത്തമാനം പറയുന്നത് എന്നിങ്ങനെ പറയും. അന്നേരം പിന്നെ അലീന ഒന്നും മിണ്ടില്ല, ഭക്ഷണം കഴിക്കുവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അലീന രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇവർ ഇത്രയും സംസാരിക്കുമ്പോഴും രോഹിത്ത് ഒന്നും മിണ്ടാതെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കിയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണമോളെ നോക്കുമ്പോൾ കൃഷ്ണമോളുടെയും കണ്ണ് നിറഞ്ഞിരിക്കും കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വയറ് നനയ്ക്കുന്നില്ല. കുറച്ച് കഴിച്ചിട്ട് അവരെല്ലാവരും അങ്ങ് എഴുന്നേറ്റ് പോകും.
പിന്നെയും അലീനയെ തന്നെയാണ് കാണിക്കുന്നത്. അലീന റൂമിൽ വന്നതിന് ശേഷം എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം മനു വിളിക്കും. എന്നിട്ട് പോയോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എന്ന് പറയുമ്പോൾ, ഇല്ല മനുവേട്ടാ, ഞാൻ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ, എല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റപ്പം ചെറിയൊരു പ്രതീക്ഷ, ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചോ, അല്ലെങ്കിൽ പോകുന്ന ദിവസം കുറച്ച് മാറ്റി വെച്ചേക്കാം എന്ന് തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു, അതുകൊണ്ട് അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയും, ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും എന്നിങ്ങനെ. അന്നേരം മനു, ഓ അപ്പോൾ അതിന് മാറ്റമൊന്നും ഇല്ല അല്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആകെ വിഷമമാണ് മനുവിന് എന്ന് മനസ്സിലാകുന്ന അലീന, എന്താ മനുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാനാണെങ്കിൽ 2-3 ദിവസമായിട്ട് എന്നോട് തന്നെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുവാണ്, എൻ്റെ മനസ്സിൽ തന്നെ ഇവിടുന്ന് പോകണമെന്നും പോകണ്ട എന്നും 2 രീതിയിലുള്ള ചിന്തകൾ വരും, അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്, അതുകൂടാതെ കൃഷ്ണമോളും അച്ഛനും ഒക്കെ പോകണ്ട എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ മനുവേട്ടനും കൂടി ഇങ്ങനെ പറയില്ലേ, എൻ്റെ കൂടെ നിൽക്കാൻ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ, ടെൻഷൻ ആകണ്ട, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്നിങ്ങനെ പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്താ ഇങ്ങോട്ട് വരാത്തത്, ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ മനുവേട്ടനോട് വേണ്ടതല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങനെ വന്നം എന്നൊക്കെ ഞാൻ കരുതിയതാണ്, പക്ഷേ എന്തോ അത് അങ്കിളിന് അത്ര ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നി എന്നിങ്ങനെ പറയുമ്പം അലീന ഇങ്ങനെ അതിശയത്തോടെ, അങ്ങനെ അച്ഛൻ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിന്നേ ഉള്ളൂ, കുഴപ്പമില്ല, ഞാൻ നിന്നെ അവിടെ ഒന്ന് കണ്ടോളാം എന്ന് പറയുവാണ്. എന്നിട്ട് സങ്കടപ്പെടാതെ ഇറങ്ങുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും അതെല്ലാം എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേക്ക് റൂമിലേക്ക് ബബിതയും കൃഷ്ണമോളും വരും. എന്നിട്ട് എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പം എല്ലാം എടുത്ത് വെക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, ഏതാ ഡ്രസ്സ് ഇടുന്നത് എന്ന്. അന്നേരം അച്ഛൻ സാരി ഉടുക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അത്ര വശമില്ല എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, സാരി ഉടുക്കാൻ അച്ഛൻ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ മതി, സാരി എന്തേ എന്ന് ചോദിക്കും. അന്നേരം കാണിച്ചു കൊടുക്കും. അന്നേരം സാരിയും അവിടെ വെച്ചേക്കുന്ന ആഭരണങ്ങളൊക്കെ ബബിത കാണും കേട്ടോ. എന്നിട്ട് ആ സാരി കയ്യിലോട്ട് എടുത്തിട്ട്, ഇത് നല്ല സാരിയല്ലേ, ഇത് ഉടുക്കാം എന്ന് പറയുവാണ്. അന്നേരം എനിക്ക് ഉടുക്കാൻ അറിയത്തില്ലടി എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ ഉടുപ്പിക്കാം, എനിക്ക് ഉടുപ്പിക്കാൻ അറിയാം, എനിക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ ശരിയാക്കി തരാം, ഇന്ന് ചേച്ചീനെ ഒരുക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയും. എന്നിട്ട് രണ്ടുപേരൂടെ അലീനയെ കൊണ്ടിരുത്തി സാരി കുടിപ്പിച്ച് റെഡിയാക്കുവാണ്. നല്ല സുന്ദരി കുട്ടി ആക്കുന്നുണ്ട്. ശരിക്കും അലീനയെ കാണാൻ നല്ല ഒരു കല്യാണ പെണ്ണിനെ പോലെ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിന് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ തന്നെ അവർ ഒരുക്കിയെടുക്കും. അത് കഴിഞ്ഞ് മുഖത്ത് പൗഡറൊക്കെ ഇടുന്ന സമയത്ത് അലീനയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുവേ. അന്നത്തേക്കും നാശിപ്പിച്ചു എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് ആ മുഖത്ത് തൂത്തുകൊണ്ടിരുന്ന ബ്രഷ് അവിടെ വെച്ചിട്ട് ബബിത ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതിനി അലീനെ കാണണ്ട എന്ന് കരുതി ബബിത അങ്ങ് പോയതാണ്. ബബിത അങ്ങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അലീനയ്ക്ക്. അലീന കൃഷ്ണമോളെ കണ്ണ് നിറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് കരയുന്നു ഒക്കെ ഉണ്ട്. ഈ സമയം ബാലേന്ദ്രൻ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. പെട്ടെന്ന് എല്ലാമൊക്കെ എടുത്തു വെക്കുന്നു. അത് കഴിഞ്ഞ് ഗോവർദ്ധനെ വിളിക്കും. എന്നിട്ട് താൻ എവിടെയാടോ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, എന്താ ബാലേട്ടൻ ഇറങ്ങാറായോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഞാൻ ഇന്ന് ഷോപ്പിലേക്കില്ല, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്, ഇന്ന് ഞാൻ അലീനെ കൊണ്ടുവിടാൻ പോകുന്ന ദിവസമല്ലേ, അതുകൊണ്ട് അവളെ കൊണ്ടുവിടണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ, ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി, ഏതായാലും ബാലേട്ടൻ പോയിട്ട് പോയി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ തന്നെയല്ലേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ, ഞാനും കൂടെ വരട്ടെ, അല്ലെങ്കിൽ അലീനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പം ഇത്രയും ദൂരം ബാലേട്ടൻ തനിച്ചായി പോകില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അതേ ഗോവർദ്ധന, ഞാൻ ഇന്ന് തിരിച്ചു വരികയില്ല, ഇന്ന് ഞാൻ അവിടെ സ്റ്റേ ചെയ്യും, നാളെയേ വരുവുള്ളൂ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല, കാരണം എൻ്റെ ശക്തിയാണ്, എൻ്റെ ഊന്നുവടിയാണ്, എനിക്ക് ജീവൻ തിരിച്ചു തന്ന ആളെയാണ് ഞാൻ അവിടെ കൊണ്ട് വിട്ടിട്ട് പോരുന്നത്, ആ സമയത്ത് എൻ്റെ ശക്തി മൊത്തം ചോർന്നു പോകും, പിന്നീട് ഇങ്ങോട്ട് സഞ്ചരിക്കണമെങ്കിൽ എനിക്ക് ഒന്ന് റീചാർജ് ചെയ്ത് എടുക്കണം എന്നെ തന്നെ, അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമേ വരുവുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, അപ്പോൾ ബാലേട്ടൻ വന്നില്ലെങ്കിൽ പിള്ളേരുടെ അടുത്ത് ആരാണ് എന്ന്. അന്നേരം ബാലൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഇറങ്ങി അലീനയും കൊണ്ട് ഇറങ്ങി എന്ന് അറിയുന്ന നിമിഷം വൈജയന്തി ഇങ്ങോട്ട് തിരിച്ചു വന്നോളും, അപ്പോൾ പിന്നെ പിള്ളേർക്ക് വേറെ ആരുടെയും കൂട്ടിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ കുറച്ച് സമയം വേണ്ടത് എനിക്കാണ്, ചോർന്നു പോകുന്ന എൻ്റെ ശക്തിയെല്ലാം സ്വരുക്കൂട്ടി വേണം എനിക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തിയോട് യുദ്ധം ചെയ്യാനുള്ള എൻ്റെ ശക്തി എനിക്ക് ഇല്ലാണ്ടായി പോകും എന്ന് പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇപ്പോഴെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സമയം വേണം,
സ്പേസ് വേണമെന്ന് ബാലേട്ടൻ ചിന്തിച്ചു തുടങ്ങിയല്ലോ, അത് നന്നായി എന്ന് പറയുന്നു. ഏതായാലും ബാലേട്ടൻ പോയിട്ട് വാ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം, സമാധാനമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുവാണ്. താഴോട്ട് ഇറങ്ങി വരുമ്പം ആ സ്റ്റെയറിൻ്റെ താഴെ തന്നെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് രോഹിത്തിനോട് പറയും, എടാ ഞാൻ ഇന്ന് ചിലപ്പോൾ തിരിച്ചു വരികയില്ല, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോണം എന്ന്. അന്നേക്കും റൂം തുറന്ന് അലീനയും ഇറങ്ങി വരും. അലീനെ കാണുന്നതും ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ബാലേന്ദ്രൻ വിഷമത്തോടെ പറയുവാണ്, ഇങ്ങനെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സമയവും സ്ഥലവും ഒക്കെ സാഹചര്യവും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. ബാലേന്ദ്രൻ ഇത്രയും സങ്കടപ്പെട്ട് പറയുന്ന കാണുന്നതെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് കൃഷ്ണമോളും അങ്ങ് മാറിപ്പോവേ. പിന്നെ ഓരോരുത്തരോടും യാത്ര പറയുന്നുണ്ട് അലീന. രോഹിത്തിനോടും കൃഷ്ണമോളോടും ഒക്കെ യാത്ര പറയുന്നു. കൃഷ്ണമോളുടെ നെറുകിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബബിതയോട് യാത്ര പറയാൻ ചെല്ലുമ്പോൾ ബബിത പറയും, എന്നോട് ആരും യാത്ര പറയണ്ട എന്ന് പറഞ്ഞ് ആ ഒരു മുരട്ട് സ്വഭാവം കാണിക്കുന്നുണ്ട്. ബബിത കരയുന്നത് വേറെ ആരും കാണുന്നത് ബബിതയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അലീന. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ ഓരോരുത്തരോടും എൻ്റെ മകളാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പം എന്ത് സന്തോഷത്തോടെയാണ് ഞാനത് കേട്ട് നിന്നിരുന്നത് എന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം ബാലേന്ദ്രൻ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ആ സങ്കടം അങ്ങ് പൊട്ടിപ്പോകുന്നു. ബാലേന്ദ്രനും കരയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ സീൻസ്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.